ചേലാകർമ്മത്തിന്റെ ഇസ്ലാമിക യുക്തി എന്താണെന്നാണ്. ചേലാകർമ്മത്തിന്റെ ഇസ്ലാമിക യുക്തി എന്താണെന്ന ചോദ്യം സഹോദരി ചിലപ്പോൾ നേരത്തെ പറഞ്ഞ മഹാബുദ്ധിജീവിയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. അത് നല്ല മറുപടിയും കിട്ടിയിട്ടുണ്ട്. ചേലാകർമ്മത്തിന്റെ ഇസ്ലാമിക യുക്തി ചോദിച്ചപ്പോൾ സഹോദരൻ ഹൈത്തമി ഷുഹൈത്തമി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടത്. ഇത് മൊത്തം ചുരണ്ടിക്കളയുന്നതിൻ്റെ യുക്തി എന്താണ്? കാരണം അതിനുവേണ്ടിയാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ പേരിൽ ഒരാൾക്ക് അയാൾ പുരുഷനാണ്, പുരുഷനായ പുരുഷലിംഗമുള്ള ഒരാൾക്ക് താൻ പെണ്ണാണ് എന്ന് തോന്നി എന്ന കാരണത്താൽ മാത്രം അത് മൊത്തം ചുരണ്ടിക്കളയുവാൻ അനുവാദം നൽകണം, അതിനുള്ള സ്വാതന്ത്ര്യം വേണം, അത് നിഷേധിക്കുന്നത് മതത്തിൻ്റെ വലിയ ക്രൂരതയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ ഒരു അറ്റം ചുരണ്ടുന്നതിൻ്റെ യുക്തി അന്വേഷിച്ച് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് യുക്തി എന്ന് പോലും ഈ യുക്തിവാദികൾക്ക് മനസ്സിലാവണില്ല എന്നുള്ളതാണ് യുക്തിവാദത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാകാൻ സാധ്യമല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംവാദം നടക്കുന്ന സംവാദത്തിൽ തത്വശാസ്ത്രം ഇവിടെ പറയരുതെന്നാണ്. ഇത് ഫിലോസഫി പറയാൻ പാടില്ല. ഈ സംവാദം തന്നെ സാധനം എന്താ? സംവാദത്തിന് എന്ത് ശാസ്ത്രമാണ്? സംവാദം എന്ന സാധനം ഫിലോസഫിയുടെ ഒരു രൂപഭേദമാണ്. അത് ഫിലോസഫിയുടെ കീഴിലാണ് സംവാദം വരുന്നത്. എന്നിട്ട് ആ സംവാദത്തിൽ ഫിലോസഫിക്കലായ ആർഗ്യുമെന്റ് പറയാൻ പാടില്ല, പ്യുവർ സയൻസ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ്. ഇതേപോലെയാണ് യുക്തി, ഇത്തരം യുക്തിവാദം. സത്യത്തിൽ യുക്തി എന്നത് എന്താണ്? ഇസ്ലാമിന്റെ യുക്തി എന്താണ്? ഓരോ വിഷയത്തിലും നമസ്കാരത്തിന്റെ യുക്തി എന്താണ്? ഇവിടെ വിഷയാവതരണത്തിന് ശേഷം നമസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ പോയി എല്ലാവരും. അതിന്റെ യുക്തി എന്താണ്? പടച്ചോൻ പഠിപ്പിച്ചു എന്നുള്ളതാണ് യുക്തി. പടച്ചോൻ കൽപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ യുക്തി. നമ്മളെ യുക്തിവാദത്തിന്റെ അടിത്തറയിലാണ് ഇസ്ലാമിക യുക്തിയുടെ അടിത്തറ. ഇസ്ലാമിക യുക്തിയുടെ അടിത്തറ ഈ ബുദ്ധിയാണ്. പടച്ചവൻ അത് ഉണ്ട് എന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാം. ആ പടച്ചവൻ ഉണ്ടെങ്കിൽ അവന്റെ കൽപ്പന എന്താണ്? ആ കൽപ്പനകളുടെ യുക്തി എന്താണ്? ആ കൽപ്പനകളുടെ യുക്തി എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതാണ് പടച്ചവൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ചവനുണ്ട്, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങളാണ് ഞാൻ അനുസരിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അയാളെ സംബന്ധിച്ചിടത്തോളം അടുത്തത് പടച്ചവന്റെ നിയമനിർദ്ദേശമാണോ എന്നതാണ്. ആ പടച്ചവന്റെ നിയമനിർദ്ദേശമാണെങ്കിൽ പിന്നെ ആ നിയമനിർദ്ദേശം സ്വീകരിക്കുക എന്നതാണ് അതിന്റെ യുക്തി. അതല്ലാതെ ഓരോന്നിനും യുക്തി ഉണ്ടാവില്ല. യുക്തി എന്ന് പറഞ്ഞാൽ ഓരോന്നിനും നമ്മൾ യുക്തി അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല. അതിനാണ് അർത്ഥം. ആ നിസ്കാരത്തിന്റെ യുക്തി, നോമ്പിന്റെ യുക്തി, ആ ഓരോന്നിന്റെയും യുക്തി എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന യുക്തി പടച്ചവൻ അത് കൽപ്പിച്ചു എന്നതാണ്. പടച്ചവൻ കൽപ്പിച്ചതാണ് എന്നുള്ളതാണ് ചേലാകർമ്മത്തിന്റെ യുക്തി. അടിസ്ഥാനപരമായി ഏത് കാര്യത്തിന്റെയും യുക്തി അതാണ്. ഇസ്ലാം ഒരു കാര്യം, ഒരു കർമ്മശാസ്ത്രപരമായ വിഷയം പറയുമ്പോൾ അതിന്റെ അടിസ്ഥാന യുക്തി അതാണെന്ന് ഞാൻ പറയുന്ന അർത്ഥം. അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രം മാത്രമാണ്. ശാസ്ത്രത്തിന്റെ യുക്തി എന്താണ്? ശാസ്ത്രത്തിന്റെ യുക്തിയല്ല എന്നതാണ് അതിന്റെ ഏറ്റവും അടിത്തറ. തെൻവീർ പിന്നെ വിഷയോധനത്തിൽ സൂചിപ്പിച്ചു. എന്താണ്? ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം യുക്തിയിൽ അധിഷ്ഠിതമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാസ്തിക ചിന്താ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടായി വന്നിട്ടുള്ളത്. പക്ഷേ ഭൗതിക ശാസ്ത്രം യുക്തിയല്ല ശാസ്ത്രത്തിൻ്റെത്, മറിച്ച് ശാസ്ത്രത്തിന്റെ അടിത്തറ യുക്തിയിൽ അധിഷ്ഠിതമല്ല എന്ന് തെളിയിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ നവനാസ്തികത വരുന്നതിന് മുമ്പ്, നവനാസ്തികത പറഞ്ഞല്ലോ ഇസ്ലാമിനെതിരെയുള്ള രണോത്സുക യുക്തിവാദമാണ് പിന്നെ നവനാസ്തികത. അത് വരുന്നതിന് മുമ്പ് നാസ്തിക ലോകത്ത് ഭൗതികമായ വലിയ പ്രതിസന്ധിയായിരുന്നു. കാരണം എന്താണ്? എല്ലാം വിശദീകരണക്ഷമമാണ്. ന്യൂട്ടന്റെ ഫിസിക്സിനോടനുബന്ധിച്ച്, ന്യൂട്ടോണിയൻ ഭൗതികത്തോടനുബന്ധിച്ച് എല്ലാം വിശദീകരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ള തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എല്ലാ നാസ്തിക പ്രസ്ഥാനങ്ങളും ഉണ്ടായത്. എന്നാൽ നേരത്തെ പറഞ്ഞ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ഇല്ലേ,
നമ്മളെ മഹാശാസ്ത്രജ്ഞന് മനസ്സിലാകാത്ത സാധനം വല്ല പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണം ആവശ്യമില്ല എന്നതിന് തെളിവായിട്ട് പറഞ്ഞേ ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്താണ്, ക്വാണ്ടം തിയറി എന്താണ്, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവ് എന്താണ്, ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ക്വാണ്ടം തിയറി ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള യുക്തി എന്താണ്, ഈ കോസ്മിക് എഗ്ഗിന്റെ അകത്തെ യുക്തി എന്താണ്, ഇപ്പോൾ തന്നെയുള്ള ബ്ലാക്ക് ഹോൾസിന്റെ അകത്തെ യുക്തി എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. ഇപ്പൊ ക്വാണ്ടം ഫിസിക്സിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാം ഉള്ളത്. ക്വാണ്ടം ഫിസിക്സിന്റെ യുക്തി എന്താണ്? ക്വാണ്ടം ഫിസിക്സ് മനസ്സിലായി എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് പറയാ. ക്വാണ്ടം ഫിസിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. സിമ്പിളായിട്ട് ഉദാഹരണമാകുമ്പോൾ പൂർണ്ണമായിട്ട് അതായിക്കൊള്ളുന്നില്ല, അവിടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഇവിടുന്ന് ഞാനൊരു പന്ത് തലത്തേക്ക് ഇടുന്നു, അത് ഒരാൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, അത് സ്ലോ മോഷനിൽ കാണിച്ചാൽ നമുക്ക് എന്താ കാണുക, പന്ത് ഇവിടെ ഉണ്ടാവും, അടുത്ത ഇവിടെ ഉണ്ടാവും, അടുത്ത ഇവിടെ ഉണ്ടാവും, അടുത്ത ഇവിടെ ഉണ്ടാവും, അങ്ങനെ 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 ഓരോ സ്ഥലത്തെത്തൂലേ. ഇത് എന്താണ്, പന്ത് ഇവിടെ നിന്ന് പോയി ഓരോ നിമിഷാർദ്ധത്തിലും ഓരോ സ്ഥലത്തെത്തിയിട്ടാണ് താഴ്ത്തെത്തുക. ക്വാണ്ടം ഫിസിക്സ് വരെ ആറ്റോമിക മേഖലയിൽ ഇങ്ങനെയല്ല എന്നാണ്. പന്ത് പെടുന്ന് താഴേക്ക് വീഴും ചെയ്യും, അവിടെ എത്തും ചെയ്യും, പക്ഷെ നടുവിലോടെ ഉണ്ടാവില്ല എന്നാണ്. എന്ത് മനസ്സിലായി? അതാണ് ക്വാണ്ടം ഫിസിക്സ്. എന്തായാലും ശരിയല്ലേ? ശരിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ പറയുന്ന മൊബൈൽ ഫോൺ അടക്കം വർക്ക് ചെയ്യണത്. ഞാൻ പറയുന്നത് എന്താ അറിയോ, യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ, അതിന് അതിന്റെ യുക്തിയുണ്ട്. അതെന്താണ്? മാത്തമാറ്റിക്കലായി ഉള്ള കാര്യങ്ങളാണ്. അതിന് ശാസ്ത്രീയമായ സെൻസിലെ പറഞ്ഞ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക പോലുമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, മതത്തിന്റെ യുക്തി എന്നത് വെളിപാടാണ് അതിന്റെ യുക്തി. അതിന്റെ അടിത്തറ എന്താണ്? ദൈവമുണ്ടോ? ദൈവമുണ്ട്. ആ ദൈവമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് വെളിപാട് വന്നിട്ടുണ്ടോ? വെളിപാട് വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം യുക്തി, ഇതിന്റെ എല്ലാം ഭൗതികമായ സമർത്ഥനമുണ്ടോ? ഉണ്ട്. വെളിപാട് വന്നിട്ടുണ്ടെങ്കിൽ ആ വെളിപാടിലെ കാര്യങ്ങൾ പടച്ചവൻ പഠിപ്പിച്ചതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അത് അതേപോലെ അനുസരിക്കലാണ് അതിന്റെ യുക്തി. ഇതാണ് ചേലാകർമ്മത്തിന്റെ യുക്തി. ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ പടച്ചവൻ പഠിപ്പിച്ചതാണ്, അതാണ് അതിന്റെ യുക്തി. ഇനി ആ ചേലാകർമ്മം അശാസ്ത്രീയമാണോ ശാസ്ത്രീയമാണോ അതെല്ലാം മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ യുക്തി എന്താണ് എന്ന് മനസ്സിലാകാത്ത ആളുകൾ യുക്തിയെക്കുറിച്ച് ചോദിക്കുന്നതിൻ്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.